എൻ്റെ കൃഷ്ണ, എൻ്റെ കാര്യങ്ങളെല്ലാം നിനക്കറിയാലോ. എൻ്റെ സുഖത്തിലും ദുഃഖത്തിലും എല്ലാം നീ തന്നെയായിരുന്നു എൻ്റെ താങ്ങും തണലും. അതിലെല്ലാം എനിക്ക് സന്തോഷമേ ഉള്ളൂ, എനിക്ക് യാതൊരു പരാതിയില്ല. പക്ഷേ എനിക്ക് വിഷമമുള്ള ഒരേ ഒരു കാര്യം സംശയം. 24 മണിക്കൂറും ചേട്ടൻ എന്നെ സംശയമാണ്. അതുകൊണ്ട് എൻ്റെ ഭർത്താവിൻ്റെ സംശയം എല്ലാം മാറി എന്തെങ്കിലും ഒരു ദിവസം സ്നേഹത്തോടെ ലക്ഷ്മി എന്നൊന്ന് വിളിക്കണേ. ലക്ഷ്മി, കണ്ണാ, നീയാണോ? എടി കണ്ണാനല്ല, ഞാനാ വിളിച്ചത്. എന്താ ചേട്ടാ? എന്റെ പേഴ്സിലെ പൈസ അവിടെ പോയി. എനിക്കറിയില്ല. നിനക്കറിയില്ലേ? ചേട്ടാ ഞാൻ എടുത്തിട്ടില്ല ചേട്ടാ, എനിക്കറിയില്ല. ചേട്ടൻ എന്നെ എന്തിനാ ഇങ്ങനെ സംശയിക്കുന്നേ? 5000 രൂപ ഉണ്ടായിരുന്നു, ഇപ്പൊ 500 രൂപ ഉണ്ട്. ബാക്കി പൈസ അവിടെ പോയി. എനിക്കറിയില്ല ചേട്ടാ. ഈ വീട്ടിൽ ആരൊക്കെ താമസിക്കുന്നുണ്ട്? ഞാനും നീയും അല്ലേ? ഞാൻ എടുത്തിട്ടില്ല. അപ്പൊ ആ പൈസ എവിടെ പോയി? കള്ളമൊന്നും എടുത്തിട്ട് പോയോ? ലക്ഷ്മി, എന്റെ അടുത്ത് വേഷം കേട്ടത് നീ എടുത്തിട്ടില്ലെങ്കിൽ അപ്പനായി കൊടുത്ത്. ചേട്ടാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്റെ അച്ഛനെ ഇങ്ങനെ പറയരുത്. എന്റെ അച്ഛൻ വല്ലപ്പോഴും ഇങ്ങോട്ട് വരുന്നേ. അച്ഛനെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ സഹിക്കത്തില്ല. ഇത് ആദ്യത്തെ തവണയല്ല ലക്ഷ്മി, ഇത് പല തവണ ഇത്. എനിക്ക് മനസ്സിലാകുന്നില്ല, എന്താ പൈസ മാഞ്ഞു പോകും? എന്താ പരിപാടി? ചേട്ടാ കണ്ണനോട് ചോദിച്ചു നോക്ക്, ഞാൻ എടുത്തിട്ടില്ല. ഞാനിപ്പോ പുറത്തേക്ക് പോകണേ, തിരികെ വരുമ്പോ എനിക്ക് എന്റെ പൈസ കിട്ടണം. എനിക്ക് ഉറപ്പാണ് നീയാണ് ഈ പൈസ എടുത്തിരിക്കുന്നത്. എനിക്ക് എന്റെ പൈസ വേണം. ഞാൻ 1 മണിക്കൂറിൽ തിരികെ വരും, എനിക്ക് എന്റെ പൈസ കിട്ടണം. കണ്ണു കണ്ടില്ലേ, എന്നെ ഭയങ്കര സംശയം. ഞാനൊന്നും ചെയ്തിട്ടില്ല. മനസ്സാ വാചാ കർമ്മണ അറിയാത്ത കാര്യത്തിനാ ചേട്ടൻ എന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നത്. മനസ്സാ വാചാ കർമ്മണ നീ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇതെങ്ങനെ സംഭവിച്ചു? എന്താ ചേട്ടാ? ഇന്ന് രാവിലെ 10 മണിക്ക് എന്റെ അക്കൗണ്ടിൽ നിന്ന് 5000 രൂപ പോയിട്ടുണ്ട്. അയ്യോ, പിന്നെയും പോയോ? നീ അറിഞ്ഞിട്ടില്ല? ഇല്ല. നീ അറിഞ്ഞിട്ടേ ഇല്ല? ഇല്ല. അതായത് ഈ മൊബൈലിൽ വരുന്ന OTP എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രമേ പൈസ പോവുള്ളൂ. എന്നിട്ട് നീ അറിഞ്ഞിട്ടില്ല, 5000 രൂപ പോയി. ചേട്ടന് അറിയാതെ ഗെയിം കളിച്ചല്ലോ, OTP എൻ്റർ ചെയ്ത്. നീ കളിക്കാണ്ടിരുന്നാ മതി. ഇപ്പോ ഞാനോ? നീ പൊട്ടങ്ങളി നിർത്ത്. ചേട്ടൻ പറയുന്നത് ഞാൻ എടുത്തെന്നാണോ? ചേട്ടൻ ഞാൻ എന്ത് ചെയ്തേ? പിന്നെ എന്റെ മൊബൈലിൽ വരുന്ന OTP എൻ്റർ ചെയ്യണ്ടെങ്കിൽ 5000 രൂപ പോകുന്നത് എങ്ങനെ പോയിപ്പോ? ഇതിപ്പോ എന്റെ പേഴ്സിൽ നിന്ന് പൈസ പോകുന്നു, അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ തെളിയിക്കുവേ. ചേട്ടൻ തെളിയിക്കും. ചേട്ടൻ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ വീട്ടിൽ പോയ സമയത്ത് ചേട്ടൻ ആലോചിച്ച് നോക്കേ, ചേട്ടൻ വേണ്ടാത്ത സൈറ്റ് വല്ലതും കയറിയിട്ടുണ്ടായിരുന്നോ? വേണ്ടാത്ത സൈറ്റിൽ കയറുന്ന എന്റെ അപ്പൻ ഉൽപ്പലാക്ഷൻ പിള്ള. വേണ്ട ചേട്ടാ, എന്റെ അച്ഛനെ ചുമ പറയരുത്. ആ മനുഷ്യൻ ഇങ്ങോട്ട് വരാറ് പോലും. നീ ഇപ്പൊ എന്ത് വൃത്തിയോടെ പറയുന്നത്? എനിക്ക് എന്റെ കാര്യമുണ്ടോ? ഇല്ല. ഞാൻ ബാങ്കിൽ പോട്ടെ, ഞാൻ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പോവാണ്, ഞാൻ ശരിയാക്കി തരാനെ. ഇതിനൊരു അവസാനം ഉണ്ടാകേണ്ടത്. എന്റെ പൈസ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എടുത്തിട്ടില്ല. നീ എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ പോകുന്നു? ഈ OTP എന്ത് ചെയ്യും? ഈ ചേട്ടന്റെ മുടക്കത്തെ സംശയം. ഞാൻ എടുത്തിട്ടില്ലെന്ന് എത്ര സംശയം? എനിക്ക് സംശയം. നീ ചെയ്യുന്നതല്ല, നീ കക്കുന്നതല്ല. ഇപ്പൊ എന്നെ അടിക്കുമല്ലോ. ഞാൻ എടുത്തിട്ടില്ല ചേട്ടാ. ഞാൻ പോട്ടെ, ബാങ്കിൽ പോട്ടെ, തരാം ഞാൻ. എന്റെ കൃഷ്ണ, എന്തൊരു സംശയമായി മനുഷ്യന്. ഞാൻ എടുത്തിട്ടില്ലെന്ന് എത്ര വട്ടം പറയണം? ഓൺലൈൻ ഷോപ്പിംഗ് അല്ലേ ഏട്ടാ? റീല് കാണാണ്ടില്ലേ? കളിക്കല്ലേ നീ? ഓൺലൈൻ ഷോപ്പിങ്ങിൽ കൂടെയാണ് എന്റെ പൈസ പോയിരിക്കുന്നത്. അയ്യോ ചേട്ടൻ എന്തോ വാങ്ങിച്ചേ? 2 വരിക്കച്ചക്ക മുഴുത്തത് വിഷുവിന്. നീ കൂടുതലാണെന്ന് അഭിനയിക്കല്ലേ, വർക്കാവുന്നില്ലത്. ഞാൻ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്തിട്ടില്ല. അപ്പൊ ആര് ചെയ്തു? ചേട്ടൻ എന്തോ പറയുന്നു? എത്ര തവണ ചേട്ടൻ എന്നെ ഇങ്ങനെ സംശയിക്കുന്നു? ഞാൻ ഓർഡർ ചെയ്തെങ്കിൽ ആ സാധനം ഇവിടെ കാണത്തില്ലേ? ഞാനിതെല്ലാം കൊണ്ട് കുഴിച്ചിട്ടോ? നീ വേറെ അഡ്രസ് കൊടുത്തിട്ടുണ്ടാവും. നീ പഠിച്ച കള്ളിയാണ് നീ. ചേട്ടൻ എന്താ ആവശ്യമില്ല തന്നെ ഇങ്ങനെ ബ്ലെയിം ചെയ്യുന്നേ? ചേട്ടാ, ഞാൻ ചെയ്ത കാര്യമാണെങ്കിൽ ഞാൻ അംഗീകരിക്കാം. ഞാനിത് ചെയ്തിട്ടില്ല, എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അറിയാത്ത കാര്യമാണ്. എനിക്ക് നന്നായിട്ട് ഫീൽ ആവുന്നുണ്ട് ചേട്ടാ. ചേട്ടൻ ഇനി ഇങ്ങനെ തുടങ്ങുവാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോകും. കൃഷ്ണ, ഒന്നും പറഞ്ഞ് മനസ്സിലാക്കി, ഞാൻ എടുത്തിട്ടില്ലെന്ന്. ഞാൻ എത്ര വട്ടം പറയണം, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ നിരപരാധിയാണ്. സ്വന്തം ഭർത്താവ് മനസ്സിലാക്കിയില്ലെങ്കിൽ വേറെ ആരാ മനസ്സിലാക്കുന്നത്? എനിക്ക് വയ്യ കണ്ണ, എനിക്കൊരു ഉത്തരം താ. ലക്ഷ്മി, ചേട്ടാ, ഞാൻ ചേട്ടനോട് എത്ര വട്ടം പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ല. എന്നെ ഒന്ന് വെറുതെ വിട്. എന്താ ലക്ഷ്മി, എന്താ പ്രശ്നം? എന്തിനാ വിഷമിക്കുന്നത്? എനിക്ക് 100 കൂട്ടം വിഷമങ്ങളുണ്ട്. ഇതൊക്കെ ഞാൻ ഇയാളോട് പറയണോ? അത് പറയാൻ ഇയാൾ ആരാ?
ലക്ഷ്മി ഇത്രയും നേരം പ്രാർത്ഥിച്ചില്ലേ? ആ പ്രാർത്ഥന കേട്ട് ഇറങ്ങി വന്ന ആളാണ് ഞാൻ. അല്ല, വിഷു ഒക്കെ കഴിഞ്ഞല്ലോ, പിന്നെന്ത് ഈ വേഷം കെട്ടിനകത്ത്? അല്ല, ഇയാൾ എന്തിനാ ഇപ്പൊ പിരിവുകാരൊക്കെ വീട്ടിനകത്ത് കയറി വരുന്നു? ചേട്ടാ, ചേട്ടൻ കണ്ടില്ല ഇയാളെ? ലക്ഷ്മി, എനിക്ക് വീട്ടിൽ കയറി വരാൻ ആരുടെ അനുഭവത്തിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് ലക്ഷ്മി, ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ തന്നെ നോമാണ്. ഇവിടുത്തെ തൂണിലും തുരുമ്പിലും നമ്മളുടെ സാന്നിധ്യമുണ്ട്. തൂണിലും തുരുമ്പിലും ഒക്കെ അടിക്കുന്ന പെയിന്റിന്റെ പരസ്യം പറയാനാണെങ്കിൽ വേണ്ട. ഇവിടെ ആവശ്യത്തിൽ കൂടുതലുണ്ട്. ഇയാൾ സ്ഥലം വിട്ടേ. ലക്ഷ്മിയുടെ വിഷമം എന്താണെന്ന് ഒന്ന് കേൾക്കട്ടെ. അതിരിക്കട്ടെ, ഈ നോം ആരാണ്? നോമിന്റെ പേരെന്താണ്? ശരിക്കുമുള്ള പേര് വസുദേവപുത്രൻ കൃഷ്ണൻ. പക്ഷേ പല സ്ഥലങ്ങളിൽ നാം പല പേരുകളിൽ അറിയപ്പെടുന്നു. ചിലയിടത്ത് ഗോപാലൻ, ചിലയിടത്ത് ഗോവിന്ദൻ, ചിലയിടത്ത് കണ്ണൻ. നിങ്ങളുടെയൊക്കെ ഗുരുവായൂരപ്പൻ അത് നോം തന്നെയാണ്. ലക്ഷ്മിക്ക് എന്നെ എന്തും വിളിക്കാം. എന്ത് വിളിക്കാനാണ് ലക്ഷ്മിക്ക് ഇഷ്ടം? വിളിച്ചോളൂ. എനിക്ക് ഇയാളെ വിളിക്കാൻ തോന്നുന്നതേ കള്ളനെന്നാ. കള്ളൻ വേഷവും കെട്ടി വന്നേക്കുവാ. ചേട്ടൻ കണ്ടില്ലേ ഇയാളെ? ചേട്ടാ, ഇയാളെ ആരാ കയറ്റിവിട്ടത്? ചേട്ടാ. എന്താടി എടുത്ത് കാറുന്നേ? ഞാൻ താഴെ ഫോൺ ചെയ്യാണ്. ഒരു കള്ളം വന്ന് നിൽക്കുന്നു. കള്ളനോ? എവിടെ? താഴെ നിൽക്കുന്നു, മുന്നിൽ നിൽക്കുന്നു, കാണുന്നില്ലേ? എന്റെ പൊന്നു ചേട്ടാ, കൃഷ്ണന്റെ വേഷം കെട്ടി ഒരു കള്ളം വന്ന് നിൽക്കുവോന്ന്. എൻ്റെ പുതിയ അടവായിരിക്കും അല്ലേ? എൻ്റെ പേഴ്സിൽ നിന്ന് പൈസ മോഷ്ടിച്ചിട്ട്, അത് നീയല്ല മോഷ്ടിച്ചത്, ഒരു കള്ളം പുറത്തുനിന്ന് വന്ന് മോഷ്ടിച്ചു എന്ന് പറയാനുള്ള ഒരു നാടകമാണോ ഇത്? അതെന്നോട് വേണ്ട, എൻ്റെ അപ്പനോട് പോയിട്ട് പറഞ്ഞാൽ മതി. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ അങ്ങനെ അല്ലെന്ന്. വേണ്ട, ഇവിടെ മുന്നിൽ കൃഷ്ണന്റെ വേഷം കെട്ടി കൃഷ്ണൻ നിൽക്കുന്നെന്ന്. എനിക്ക് കൃഷ്ണനെ കാണാം, കൃഷ്ണന് എല്ലാം കാണാം. കളിക്കരുത്. ഉച്ചക്ക് വല്ലതും തിന്നണോ? അടുക്കള ഒന്ന് വല്ല പണിയെടുക്ക്. ഞാൻ പറഞ്ഞില്ലേ ലക്ഷ്മി, ലക്ഷ്മിക്കല്ല എന്നെ മറ്റാർക്കും കാണാൻ പറ്റില്ല. അപ്പോ ശരിക്കുള്ള കൃഷ്ണനാണോ? സംശയമുണ്ടോ? അല്ല, എന്നാലും ലക്ഷ്മി, ഇങ്ങോട്ട് വന്നാ. ദാ വരുന്നു. ശരി. മനു, അവനെന്തി വേണം? അടുക്കളയില്. അടുക്കള? ഓക്കെ. ചേട്ടാ, ചേട്ടന് ഇവിടെ വേറെ ആരെങ്കിലും ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ചേട്ടാ, ഇയാള് കുറെ നേരം കൊണ്ട് എന്നെ ഉപദ്രവിക്കുവോ ചേട്ടാ? എന്നെ ശല്യം ചെയ്യുവാ. ഇയാള് കാണാൻ പറ്റുന്നില്ലേ? പറയുന്നേ ദേ ഇവിടെ നിൽക്കുന്നു, കൃഷ്ണന്റെ വേഷം കെട്ടി. ചേട്ടൻ കണ്ടില്ലേ? മനു മോളെ അടിക്കുകയല്ലേ ചെയ്തു? ഇല്ല. പിന്നെ അങ്ങനെ കിളി പറഞ്ഞു പോയെ? ഇന്നലെ ഉറങ്ങിയില്ലല്ലേ? ഉറങ്ങി. ഞാൻ അവൻ്റെ അടുത്ത് പോട്ടെ. മനു, ഞാൻ പറഞ്ഞില്ലേ ലക്ഷ്മി, ലക്ഷ്മിക്കല്ലാതെ വേറെ ആർക്കും എന്നെ കാണാൻ സാധിക്കില്ല. ഭഗവാനെ, കണ്ണനെ കാണാൻ എന്തൊരു ഭംഗിയാ. എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ കാണുന്നതൊക്കെ സത്യമാണോ അതോ സ്വപ്നമാണോ? എനിക്കിതൊന്നും അറിഞ്ഞൂടാ. എന്നോട് ക്ഷമിക്കണേ കണ്ണ, ആളറിയാതെ ഞാൻ സംശയിച്ച്. ഈ കണ്ണനെ കാണുന്നതും വരം കൊടുക്കുന്നതും ഒക്കെ കഥകളിലും സിനിമകളിലും മാത്രം കണ്ടോണ്ടേ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. സിനിമയോ? സിനിമയെ പറ്റി പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഞാൻ ഓർത്തത്. അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഗുരുവായൂരമ്പലത്തിനടുത്തുള്ള ഒരു പെൺകുട്ടിക്ക് ഞാൻ ദർശനം കൊടുത്തു. അതിനുശേഷം ഒരു 5-6 വർഷങ്ങൾക്ക് അപ്പുറം അവൾ അത് സിനിമയാക്കി സ്റ്റേറ്റ് അവാർഡ് മേടിച്ചു. അങ്ങനെ ഒരു ഉദ്ദേശം ലക്ഷ്മിക്കുണ്ടോ? അയ്യോ, എനിക്കെങ്ങനെ? എനിക്ക് അഭിനയിക്കാനൊക്കെ അറിയായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുവോ? ആ നോമിനെ അറിയാം, അതുകൊണ്ടാണല്ലോ നോം ദർശനം തന്നത്. എന്താ ചെയ്യുന്ന അവിടെ? ഞാൻ വെറുതെ ഇരിക്കുവാ. നീ ആരോടായിരുന്നു സംസാരിക്കുന്നത്? ആരോട് സംസാരിച്ചില്ല. സംസാരിച്ചില്ലേ? ഞാൻ പുറത്തുനിന്ന് കേട്ടോ നിങ്ങൾ സംസാരിക്കുന്നത്. ഓ, അതെന്താന്നറിയോ, ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പം പാട്ട് പാടി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. പാട്ടോ? നീയോ? കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷമായി, ഇന്നുവരെ നീ ഒരു മൂളിപ്പാട്ട് പാടുന്നത് ഞാൻ കേട്ടിട്ടില്ലല്ലോ. അതിനിപ്പോ എന്താ, ഇങ്ങനെയൊക്കെയല്ലേ പ്രാക്ടീസ് ചെയ്യുന്നത്.
ഉം? ഉം, 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 ഉം. ഉം? ഉം. ഉം. കണ്ണൊന്നിരുന്നേ. കണ്ണ, എനിക്കൊരാഗ്രഹം സാധിച്ചു തരുമോ? പേടിക്കണ്ട, വരുമൊന്നുമല്ല. കണ്ണൻ എനിക്ക് ദർശനം തന്നില്ലേ? എന്നെക്കാട്ടിലും വലിയ ഭക്തനാണ് എൻ്റെ അച്ഛൻ. എനിക്ക് കണ്ണൻ ദർശനം തന്നതുപോലെ എൻ്റെ അച്ഛനോട് ഒരു ദർശനം കൊടുക്കാൻ പറ്റുമോ? അയ്യോ, അത് പറ്റില്ല. കാരണം ലക്ഷ്മിക്ക് മാത്രമേ എന്നെ കാണാൻ സാധിക്കൂ. വരമൊന്നും കൊടുക്കണ്ട, ദർശനം മാത്രം. കഷ്ടമുണ്ട് കണ്ണ, ഒരു ഭക്തിയുടെ അപേക്ഷയായിട്ട് കരുതിയാൽ മതി. അങ്ങനെ ആവട്ടെ. അങ്ങനെ തന്നെ ആവട്ടെ. കൃഷ്ണ, മോളെ. അച്ഛാ, അച്ഛാ. എന്തുവാടി, നിനക്ക് സുഖമായിട്ടിരിക്കുന്നോ? അച്ഛൻ എത്ര നാളായി കണ്ടിട്ട്? നീ ക്ഷീണിച്ചോടി? കുഴപ്പമൊന്നുമില്ല അച്ഛാ. എന്റെ മുഖം ചെള്ളയൊക്കെ അങ്ങോട്ടിയല്ല. അച്ഛ, ഒരു സംഭവം നടന്നു. അച്ഛാ, ഞാൻ കണ്ണനെ കണ്ടുച്ചാ. ഏത് കണ്ണൻ? നിന്റെ കൂടെ +2 പഠിച്ച മത്തി കണ്ണനോ? അയ്യോ അല്ല അച്ഛാ, കൃഷ്ണൻ, ഭഗവാൻ കൃഷ്ണൻ. ഭഗവാൻ കൃഷ്ണൻ എനിക്ക് ദർശനം തന്നു. ഭഗവാൻ കൃഷ്ണനെ നീ കണ്ടു? ആ. എന്നിട്ട് കൃഷ്ണൻ എന്തോ പറഞ്ഞു? ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചു. എന്നെ ഒരുപാട് ആശ്വസിപ്പിച്ചു, എൻ്റെ വിഷമങ്ങളൊക്കെ ചോദിച്ചു. ഒത്തിരി കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും നാട്ടുകാര്യങ്ങളും എല്ലാം പറഞ്ഞു വന്നപ്പോഴത്തേക്ക് അച്ഛൻ്റെ കാര്യം പറഞ്ഞു. അച്ഛൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് കൃഷ്ണൻ പറയുമോ അച്ഛനെ കാണണമെന്ന്. എന്നെ കാണണമെന്ന് കൃഷ്ണൻ പറഞ്ഞു? അല്ലെ, കൃഷ്ണൻ അച്ഛനെ കാണണമെന്ന് പറഞ്ഞില്ല, പക്ഷെ കൃഷ്ണൻ അച്ഛനെ കാണണമെന്ന് പറയുമല്ലോ. അതിനു മുമ്പ് ഞാൻ അങ്ങോട്ട് ചോദിച്ചു കൃഷ്ണൻ അച്ഛനെ കാണണമെന്ന്. അപ്പോൾ പറഞ്ഞു കൃഷ്ണൻ അച്ഛനെ കാണണമെന്ന്. അങ്ങനെയായിരുന്നു. എൻ്റെ മരുമോൻ കണ്ടില്ലേ? ഇല്ല, ചേട്ടന് കാണാൻ പറ്റത്തില്ല. കാരണം ചേട്ടൻ്റെ മുന്നിൽ വെച്ച് ഞാൻ സംസാരിച്ചപ്പോഴേ ചേട്ടന് കാണാൻ പറ്റുന്നില്ല. ചേട്ടൻ അവിടെ എവിടെയെല്ലാം പരതി നടക്കുമായിരുന്നു. അല്ലെങ്കിൽ ആ വിവരമില്ലാത്തവന് കാണാൻ പറ്റത്തില്ലല്ലോ. അച്ഛാ, ചേട്ടന് മാത്രമല്ല, ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വന്നു. ആ ഫ്രണ്ടിനും കാണാൻ പറ്റുന്നില്ല. ഫ്രണ്ടിനോട് ഞാൻ ചോദിച്ചു ഇയാളെ കാണാൻ പറ്റുന്നുണ്ടോന്നു. അയാളെ കാണാൻ പറ്റുന്നില്ലെന്ന് പറയും. അപ്പോൾ കൃഷ്ണനല്ലേ അത്? ലോകവാളികൾ കാണുകയും ചെയ്യും. പക്ഷെ ഞാൻ കണ്ടു വെച്ചാ അച്ഛനെയും കാണിക്കും കൃഷ്ണൻ. അച്ഛനെ കാണല്ലേ? എന്നിട്ട് എന്ത് ചെയ്യും? കൃഷ്ണൻ താണ്ടെ കൃഷ്ണൻ. ഇത് കണ്ണനാന്ന് ഞാൻ വിശ്വസിക്കണം? ആണച്ച, സത്യ. ആർക്കും കാണാൻ പറ്റത്തില്ല. അച്ഛൻ കണ്ടോ? നമുക്ക് രണ്ടും മാത്രമേ കാണാൻ പറ്റൂ. വിശ്വസിച്ചത് തന്നെ. കണ്ണ, കഴിഞ്ഞ ദിവസം അമ്പലപ്പുഴ വന്നിരുന്നു അല്ലേ? എല്ലാ മാസവും ഞാൻ പോയി തൊഴാറുണ്ട്. അവിടെ ഒരു അമ്മിണി. അയ്യോ, എന്റെ കൃഷ്ണ, അയ്യോ ഭഗവാനെ ഞാൻ നേരിട്ട് കണ്ടു മോളെ. ആരച്ച അമ്മിണി? അമ്പലത്തിന്റെ ഫ്രണ്ടിൽ തൂക്കിക്കുന്നൊരു മണിയാ മോളെ. അയ്യോ എടി, ഞാൻ എന്റെ മോളെ എന്തോ കണ്ണൻ ഇവിടെ വന്ന് എന്താ ഒന്ന് കൊടുക്കാത്തതുകൊണ്ട് ആ റോബസ്റ്റ പഴം എടുത്ത് കൊടുക്കും. ഒന്നും വേണ്ട അച്ഛാ. ഇതെന്തുവാ? മുളക് പൊടി. ഇതെന്തുവാ? മല്ലിപ്പൊടി. അയ്യോ, ഈ മുളക് പൊടി മല്ലിപ്പൊടി ഇതെന്തുവാ മോളെ? കടല. അയ്യോ കണ്ണൻ എന്തെങ്കിലും കൊടുക്കടി. അച്ഛാ, കണ്ണനൊന്നും വേണ്ട. അയ്യോ കണ്ണൻ, നിനക്ക് വിശക്കുന്നില്ലേ കണ്ണാ? അച്ഛ, കണ്ണനൊന്നും വേണ്ടാന്ന്. ഇപ്പൊ എന്തോ ചെയ്യും മോളെ? ഒന്നും വേണ്ട, പ്രാർത്ഥിച്ചാ മതി. എനിക്ക് കണ്ണന്റെ അനുഗ്രഹം എന്തും ഉണ്ടാവണം കണ്ണാ. തീർച്ചയായും. ഒന്നില്ലെങ്കിലും എല്ലാ മാസം അമ്പലപ്പുഴ വരുന്നതല്ലേ കാണാൻ. ആരെ? അല്ല, എന്നെ. എന്നാ പിന്നെ അച്ഛനെ വിട്ട് ഇറങ്ങട്ടെ. കണ്ണാ നോക്കിക്കാണേ അവളെ. അച്ഛാ, അച്ഛനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്തോ? ചേട്ടൻ എന്നെ ഭയങ്കര സംശയമാണ്. എന്തിന്? ചേട്ടൻ്റെ പൈസയൊക്കെ ഞാനാ എടുക്കുന്നതെന്ന് പറഞ്ഞ് എനിക്ക് കുറച്ച് നാളുകൊണ്ട് സമാധാനം എന്ന് പറയുന്ന സാധനം ഉണ്ടായിട്ടില്ല. ഇതൊക്കെ അച്ഛാ. മോള് പേടിക്കണ്ട. ഇനി എന്തായാലും നമ്മളിവിടെ കണ്ണനില്ലേ, അവന് നമുക്ക് പണി കൊടുക്കാം കേട്ടോ. പോട്ടെ അച്ഛാ. കണ്ണ ഓക്കെ കാണാം. കണ്ണാ കണ്ണാ
ഓടി വാ ഉണ്ണിക്കണ്ണ. ഇതോടി എന്താ ഇത് വെണ്ണ, ഇത് നെയ്യ്. എന്തിനാ ഞാൻ ഇന്നലെ ചേട്ടനോട് പറഞ്ഞില്ലായിരുന്നോ ഞാൻ പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന്? അപ്പോൾ അതിന് വേണ്ടിയിട്ടാ എൻ്റെ സ്വരം നന്നാവാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ കണ്ടു, വെണ്ണയും നെയ്യും ഒരുമിച്ച് കുടിച്ചു കഴിഞ്ഞാൽ സ്വരമാധുര്യം ഉണ്ടാവും. നന്നായോ? നന്നായിക്കൊണ്ടിരിക്കുന്നു. പാട്ടുപാടി കേൾക്കട്ടെ. നയാ പൈസയില്ല, കയ്യിലൊരു നയാ പൈസയില്ല, നഞ്ച് വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല. നഞ്ചു വാങ്ങി തരേണ്ട ഒരു അപ്പനും നോക്കും. ചെല്ലി വൈകിട്ടും പണ്ടിടും നന്നാണ് രക്ഷണില്ല ഈ പാട്ട്. കണ്ണ കണ്ണ, ദേ കണ്ണിന് സേവിക്കാനുള്ള വെണ്ണയും നെയ്യും. ഞാൻ ഇതുകൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോഴേ ചേട്ടനെ കണ്ടു. ചേട്ടനോട് ഇതും കൊണ്ട് എവിടോട്ട് പോവാന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പാട്ട് പഠിക്കുന്നുണ്ടല്ലോ സ്വരം നന്നാവാൻ വേണ്ടി, ഇത് കഴിച്ചാൽ നല്ല സ്വരം ആവുമെന്ന് പറഞ്ഞു. കണ്ണ കൂടി എന്തായിരുന്നു ഇവിടെ സംസാരം? പാട്ട് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. പാട്ടോ? അതെ വാ ഈ വാ. നന്നായിട്ടുണ്ട്. പശു കയറ് പൊട്ടിച്ച് ഓടും. എണ്ണ എണ്ണ നെയ്യ്. ഓ എന്താണ് ബൗള അന്തരീക്ഷത്തിലാ? അന്തരീക്ഷത്തിൽ നല്ല എനിക്കറിയത്തില്ല. സത്യം പറ, നീ എൻ്റെ പൈസ മുഴുവൻ കട്ട് മോഷ്ടിച്ച് എനിക്കിതിരെ ബ്ലാക്ക് മാജിക് ചെയ്യാനുള്ള പരിപാടിയല്ലേ? ബ്ലാക്ക് മാജിക്കോ? അതെന്തുവാ? എങ്ങനെയാണ്? ഭക്ഷണത്തിൽ വിഷം തന്നിട്ടാണോ അല്ലെങ്കിൽ പാമ്പിനെ കൊണ്ട് അടിപ്പിച്ചിട്ടാണോ? ചുറ്റികയായിരിക്കും അല്ലേ? അങ്ങനൊന്നും ഇല്ല ചേട്ടാ. കണ്ണ, എന്തായാലും ചേട്ടൻ പേടിച്ചു. ഇനി ഇതുപോലുള്ള കുറച്ച് പണികൾ കൊടുക്കണം ചേട്ടന്. ആ അയ്യോ എനിക്ക് വയ്യ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ എത്ര നാൾക്ക് ശേഷമാണ് ഇങ്ങനെ മനസ്സ് തുറന്ന് ഒത്തിരി സംസാരിക്കുന്നതും ചിരിക്കുന്നതെന്നും അറിയാമോ? ആ ചേട്ടനാണെങ്കിൽ എന്നെ എപ്പോഴും സംശയമാണ്. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞാൽ സംശയം, ഇങ്ങോട്ട് തിരിഞ്ഞാൽ സംശയിച്ച് അങ്ങനെ പൈസയൊക്കെ ഞാൻ എടുക്കുന്നെന്നാണ് പറയുന്നത്. എനിക്ക് സംസാരിക്കാൻ പോലും തോന്നത്തില്ല. ഇപ്പം കണ്ണു വന്നാൽ എനിക്ക് സമാധാനമായി. ശരിക്കും മനസ്സ് തുറക്കാൻ പറ്റുന്നുണ്ടോ? ആ ശരിക്കും മനസ്സ് തുറന്ന് സംസാരിക്കുന്നുണ്ടോ? എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. മനുവിൻ്റെ പേഴ്സിൽ നിന്നും അക്കൗണ്ടിൽ നിന്നും പൈസ അടിച്ചു മാറ്റുന്നത് ലക്ഷ്മിയല്ലേ? അല്ല, ഞാനെങ്ങുമല്ല. കള്ളം പറയരുത്. ഞാൻ എല്ലാം അറിയുന്നവനാണ്, ഭഗവാനാണ്. ഞാനല്ല കണ്ണ, ഞാനല്ല. അങ്ങനെ നോക്കല്ലേ കണ്ണ. ആ ഞാൻ എടുത്തു പോന്നതാ, മനഃപൂർവ്വം എടുക്കുന്നൊന്നും അല്ല. അപ്പോ സത്യത്തിന് മനു പറഞ്ഞല്ലായിരുന്നു സത്യം? ആന്നു. എൻ്റെ ഭാഗത്തെ കുഴപ്പമൊന്നും അല്ല. എനിക്ക് ഒരസുഖമുണ്ട്. എന്തസുഖം? ഓൺലൈൻ ഷോമിക്കനോ മാനിയാക്കനോ എന്നുള്ള. അതെന്തുവാ?
എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം ഓൺലൈനിൽ കണ്ടു കഴിഞ്ഞാൽ അത് സ്വന്തമാക്കുന്നിടം വരെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് സ്വന്തമാക്കാൻ എൻ്റെ ഈ പൈസ ഇല്ല. ചേട്ടൻ തരും, പക്ഷെ ഒരു 100 കൂട്ടം ചോദ്യങ്ങൾ ചോദിക്കും. അതെന്തിനാ വാങ്ങിച്ചേ, ഇതെന്തിനാ വാങ്ങിച്ചേ, അതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ. അങ്ങനെ എനിക്കതിനുള്ള ഉത്തരവൊന്നും കൊടുക്കാൻ വയ്യ. അപ്പോൾ പിന്നെ ചേട്ടൻ്റെ പൈസ ഇങ്ങനെ അടിച്ചു മാറ്റി ചേട്ടൻ്റെ പേഴ്സിൽ നിന്ന് പൈസയൊക്കെ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കും സമാധാനം, ചേട്ടനും സമാധാനം. ലക്ഷ്മി മനുവിനോട് ചോദിച്ചാൽ മനുവായിട്ട് തന്നെ തരില്ലേ അതൊക്കെ? ഇപ്പം കണ്ണൻ എന്നെ എന്തോ കുറ്റപ്പെടുത്തുവാണോ? എന്നാ പിന്നെ ഞാൻ പറയത്തില്ലായിരുന്നു. ലക്ഷ്മി ഇത്രയും ദിവസം എൻ്റെ അടുത്ത് മനുവിൻ്റെ സംശയങ്ങളെ പറ്റി പറഞ്ഞു. ശരിക്കും മനുവിൻ്റെ സംശയം ശരിയല്ലായിരുന്നു. അംഗീകരിച്ചു, ശരി. അപ്പോൾ ഇനി അങ്ങനെ ചെയ്യരുത്. ഞാൻ ഇനി അത് ചെയ്യത്തില്ല. ഉറപ്പാണോ? ഉറപ്പ്. വാക്ക്? വാക്ക്. ലക്ഷ്മി ഇവന്മാർ എത്ര നേരം വന്നിരിക്കുന്ന? നീ വന്ന് ചോറ് വിളമ്പിക്കേ. ഓ ഇവിടെ കുത്തിരി ചോറാണോ? ആ മതി 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 മതി. അയ്യോ മതി മതി മതി. ഓ അവിടെ അല്ല അവിടെ കൂടെ. അയ്യോ അത് ഞാൻ പിന്നെ കഴിച്ചോളാം. അയ്യോ ലക്ഷ്മിക്കല്ല, എന്താണ് നിന്നെ വിളിക്കുന്നത്? കണ്ണൻ. കണ്ണൻ കാണുമ്പോ അതായത് മോളെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അല്ലെങ്കിൽ വേണ്ട, നീ തന്നെ അങ്ങ് പറ. മോളെ അതായത് എടാ നിനക്ക് ഉറപ്പാണ് അവളെ ഇതെല്ലാം ചെയ്യുന്നതെന്ന്? എടാ എനിക്ക് 100% ഉറപ്പാണ്. പക്ഷെ അവളെ തെളിവില്ലല്ലോ എൻ്റെ അടുത്ത്. തെളിവോടുകൂടി പിടിക്കണം അവളെ. തെളിവ്? ആ തെളിവ് ഒപ്പിക്കാം. നിന്റെ ഭാര്യ കൃഷ്ണഭക്തിയല്ലേ? ആ എന്നാ തെളിവ് ദേ നിൽക്കുന്നു. ഇവനോ? എടാ നിന്നെ ഒരു പണി അപ്പം വൃത്തിയായിട്ട് ചെയ്യൂ. നീ കുറേ നാളുകൊണ്ട് ഷോർട്ട് ഫിലിം സിനിമ എന്ന് നടക്കുമല്ലേ, ഒരു കാര്യം തരാം, അത് അഭിനയിച്ച് ഫലിപ്പിക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നീ ചെയ്യാൻ പോകുന്ന ഷോർട്ട് ഫിലിം ഉണ്ടല്ലോ, അത് ഇവൻ പ്രൊഡ്യൂസ് ചെയ്യും. ഞാനോ? ആ സിനിമയോ? ആ ആ ചെയ്യും 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 ചെയ്യും. ലോക്ക് ചെയ്തോ, ഡേറ്റ് ലോക്ക് ചെയ്തോ. നിനക്കല്ലേ തെളിവ് വേണ്ടത്, അപ്പം നീ ചെയ്യണം. ഓ ആ സെറ്റ്. മോളെ അമ്മിണി അമ്മിണി ആവശ്യമില്ലാത്ത പറയല്ലേ. കണ്ണൻ എന്തിനു ഉമ്മാരുടെ കൂടെ കയറി ഇവിടെ കഴിക്കാൻ കയറിയിരുന്നത്? തൊഴിലിരിക്കുന്നതിനെ കണ്ടോ? എൻ്റെ മരുമകൻ ലോക വിടലെ അവൻ്റെ കൂടെ കയറി ഇരിക്കരുത്. അച്ഛാ എന്തുകൊണ്ട് യോഗമില്ല അമ്മണിയെ പായമടക്കിക്കോ. എന്തുവാ? യോഗമില്ല അമ്മണിയെ പായമടക്കിക്കോളാൻ. ആ അച്ഛാ എടാ നിനക്ക് ഉറപ്പാണ് അവളെ ഇതെല്ലാം ചെയ്യുന്നതെന്ന്? തെളിവോടുകൂടി പിടിക്കണം അവളെ. അപ്പം നീ ചെയ്യണം. ഓ ആ സെറ്റ്. മനസ്സിലായോ? എന്തെങ്കിലും സംശയമുണ്ടോ? ചെറുതായിട്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ മെയ് മാസത്തിൽ എൻ്റെ ഏറ്റവും പുതിയ സിനിമ റിലീസാകുന്നുണ്ട്. ആ സിനിമയുടെ പേരാണ് സംശയം. ആ സിനിമ പോയി കണ്ടു കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ട് എൻ്റർടൈൻ ആയിട്ട് ഇറങ്ങി വരാം. ഓ ഉറപ്പല്ലേ? ഓ പോണം.